Whitestone Academy മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്താണ് കൺജഷൻ, അതായത് ഏതെല്ലാം സാഹചര്യത്തിൽ എവിടെയെല്ലാം ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് അതിന്റെ യൂസേജ് എന്നുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് കൺജഷൻ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് കൺജഷൻ എന്താണ്, അല്ലെങ്കിൽ കൺജഷൻ എന്നുള്ള വേർഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവും, വാട്ട് ഈസ് കൺജഷൻ, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാം, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പലപ്പോഴും നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇംഗ്ലീഷ് ഗ്രാമറിലേത് ഈ കൺജഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് കൺജഷൻ, എന്താണ് കൺജഷൻ എന്ന് പറയുന്നത്? കൺജഷൻ ഈസ് എ വേർഡ് which joins other words, sentences or phrases. അതായത് രണ്ട് വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രേസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺജഷൻ എന്ന് പറയുന്നത്. കൺജഷൻ ഈസ് എ വേർഡ് വിച്ച് ജോയിൻസ് ടു സെന്റൻസസ്, ടു ഫ്രേസസ് ഓർ അപ്പൊ അത്തരത്തിലുള്ള ഫ്രേസസോ അല്ലെങ്കിൽ രണ്ട് വേർഡുകളെയൊക്കെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺജഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താണ് കൺജഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. കൺജഷൻ ഈസ് എ വേർഡ് വിച്ച് യൂസ് ടു ജോയിൻ ടു സെന്റൻസസ്, വേർഡ്സ് ഓർ ഫ്രേസസ്. രണ്ട് സെന്റൻസിലെ ഫ്രേസുകളെയോ അല്ലെങ്കിൽ വേർഡുകളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറെ വേർഡുകളുണ്ട്. അവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺജഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബട്ട്, ആൻഡ്, സോ, അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് വേർഡുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു എസ്സേ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ when you going to speak about a particular topic, so for to connect some from sentence to sentence we use this kind of words. ഇത്തരത്തിലുള്ള വേർഡുകൾ ഇത്തരത്തിൽ രണ്ട് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് രണ്ട് ഫ്രേസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇത്തരത്തിൽ വേർഡുകളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൻഡ്, സോ, ബട്ട് ഇങ്ങനെയുള്ള കുറെ വേർഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം വേർഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺജഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കൺജഷൻസ് ഉണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറെ കൺജഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ആൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺജഷൻ ആണ്. നമ്മൾ ഡേ ടു ഡേ കോൺവെർസേഷനോ അല്ലെങ്കിൽ റൈറ്റിംഗിലോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺജഷൻ ആണ് ഇത് ആൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഡെയിലി നമ്മുടെ കോൺവെർസേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കൺജഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എപ്പോഴും ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൈറ്റിംഗിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജഷൻ ആണ് ആൻഡ് എന്ന് പറയുന്നത്. സോ വേർഡ് ടു യൂസ് ആൻഡ്. രണ്ട് സെന്റൻസുകൾ അല്ലെങ്കിൽ രണ്ട് വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ആൻഡ് എന്ന് പറയുന്ന കൺജഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് കുക്കിംഗ് ആൻഡ് ഡാൻസിങ്. എന്താണ് ഐ ലൈക്ക് കുക്കിംഗ് ആൻഡ് ഡാൻസിങ്. ഇപ്പൊ ഡാൻസിങ്ങും കുക്കിങ്ങും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാൻസിനെയും കുക്കിങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സെന്റൻസ് ആണ്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു വേർഡാണ്, അതായത് കൺജഷൻ ആണ് ഇത് ഈ ആൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു കൺജഷൻ ആണ് ബട്ട് എന്ന് പറയുന്നത്. ബട്ടിന്റെ മലയാളത്തിലുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പൊ ഈ ബട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഈ സെന്റൻസ് നമ്മൾ കുറച്ച് മുമ്പ് എടുത്ത എക്സാമ്പിൾ ഉണ്ട്, അതിൽ തന്നെ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഐ ലൈക്ക് കുക്കിംഗ് ആൻഡ് ഡാൻസിങ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് വാഷിംഗ് ഡിഷസ്. പാത്രം കഴുകുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലേ. ഐ ലൈക്ക് കുക്കിംഗ് ആൻഡ് ഡാൻസിങ്. കുക്കിംഗ് ഡാൻസിങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പാത്രം കഴുകുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെന്റൻസ് ആണ് ഇല്ലേ, ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ലൈക്ക് കുക്കിംഗ് ആൻഡ് ഡാൻസിങ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് വാഷിംഗ് ഡിഷസ് വാഷ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇത്തരത്തില് പക്ഷേ എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന ആ സാഹചര്യത്തിലാണ് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺജഷൻ ആണ് ഇത് ബട്ട് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു കൺജഷൻ ആണ് ഈഫ്.
ഈഫ് ക്ലോസ് എന്ന് പറയും. അത് നമ്മൾ ഈഫ് ക്ലോസ് എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ ഈഫ് ഒരു കൺജഷൻ ആണ്. ഈഫ് വെച്ചിട്ട് നമ്മൾ എന്താണ് സെന്റൻസിൽ തമ്മിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു സീ ഹിം ഗീവ് ദിസ് നോട്ട് ടു ഗീവ് ദിസ് നോട്ട്. എന്താണ് ഇഫ് യു സീ ഹിം? നീ അവനെ കാണുകയാണെങ്കിൽ ഗീവ് ദിസ് നോട്ട്, ഈ നോട്ട് ഒന്ന് കൊടുക്കുക, അല്ലേ? അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഒരു ഈഫ് ക്ലോസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇതൊരു കൺജഷൻ ആയിട്ട് നമുക്ക് ഈഫ് ക്ലോസ് എന്ന് പറയുന്ന വലിയൊരു പാറ്റേൺ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതെല്ലാം സാഹചര്യത്തിലാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പം ഈഫും നോർമലി നമ്മളൊരു എന്താണ് കൺജഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് സെന്റൻസുകൾ അല്ലെങ്കിൽ ഒരു ഫ്രേസ്, രണ്ട് ഫ്രേസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺജഷൻ ആണ് ഇത് ഈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു കൺജഷൻ ആണ് ഓർ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെയിം ആയിട്ടുള്ള കാര്യങ്ങളെ എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ബട്ട് ആണെങ്കിൽ എന്താണ് പക്ഷേ എന്ന് പറയുന്ന മീനിങ് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഈഫ് ഉപയോഗിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഓർ എന്ന് പറയുന്ന കൺജഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് യു പ്രിഫർ, ടീ ഓർ കോഫി? വാട്ട് യു പ്രിഫർ, ടീ ഓർ കോഫി? നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ചായ ആണോ കാപ്പിയാണോ എന്ന് ചോദിക്കുന്നത്. വാട്ട് യു പ്രിഫർ, ടീ ഓർ കോഫി? അതായത് ഈ ടീ ഓർ കോഫി, അതായത് ഈ രണ്ടില് ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന അത്തരത്തിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടക്കും എന്നുള്ള പ്രതീക്ഷയുള്ള കാര്യങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓർ എന്ന് പറയുന്നത്. അതേസമയം ആൻഡ് യൂസ് ചെയ്യുന്ന രണ്ടിനെയും ഒരേ പ്രിഫറൻസ് കൊടുത്ത് സംസാരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആൻഡ് ഉപയോഗിക്കാം, അല്ലെ? ടീ ആൻഡ് കോഫി, ടീയും ചായയും കോഫിയും എന്ന് പറയും, രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് യൂസ് ചെയ്യാം. അതേസമയത്ത് ഏതെങ്കിലും ഒന്നിന് ഇമ്പോർട്ടൻസ് മാത്രമല്ല, നമുക്കൊരു ചൂസ് ആണ്, വാട്ട് യു പ്രിഫർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചോയ്സ് ആയിട്ട് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു പ്രിഫർ, ടീ ഓർ കോഫി. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ഓർ എന്ന് പറയുന്ന കൺജഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കൺജഷൻ ആണ് ദാറ്റ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ തിങ്ക് ദാറ്റ് ഷീ ഈസ് എ ഡോക്ടർ. ഐ തിങ്ക് ദാറ്റ് ഷീ ഈസ് എ ഡോക്ടർ. ഞാൻ വിചാരിക്കുന്ന പുള്ളിക്കാരി ഒരു ഡോക്ടറാണെന്നാണ്. നമ്മളൊരു കാര്യത്തിൽ ഐ തിങ്ക് ദാറ്റ് ഷീ ഈസ് എ ഡോക്ടർ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു അസംഷൻ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജഷനാണ് ഇത് ദാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കൺജഷനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബിക്കോസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിലും അതുപോലെ തന്നെ റൈറ്റിംഗിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജഷനാണ് ഇത് ബിക്കോസ് എന്ന് പറയുന്നത്. ബിക്കോസിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ കാരണം. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പറഞ്ഞു അതിന് കാരണം ഇന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺജഷനാണ് ഇത് ഈ ബിക്കോസ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, I went to Calicut because I want to purchase. I went to Calicut because I want to see him. ഞാൻ കോഴിക്കോട് പോയി എന്തിനാണ്? അവനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി എന്ന് നമ്മൾ റീസൺ പറയുന്ന, അപ്പൊ ഒരു കാരണം, ഒരു റീസൺ നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എപ്പോഴും ഈ ബിക്കോസ് എന്ന് പറയുന്ന കൺജഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് കൺജഷൻസ് ആണ് ടില്ലും അണ്ടിലും. ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥമാണ് മലയാളത്തില്. ടിൽ ഡേറ്റ് he did not submit the assignment. Till date he did not submit the assignment. ഇതുവരെ അവൻ, ഈ ഒരു ദിവസം വരെ, ഈ ഒരു ഡേറ്റ് വരെ അവൻ ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല. അപ്പൊ വരെ എന്ന് പറയുന്ന ആ ഒരു മീനിങ് വരുന്ന സാഹചര്യത്തിൽ ടിൽ ഡേറ്റ് he did not submit the assignment. ഇതുവരെ അവൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല. അണ്ടിൽ സെയിം ആയിട്ടുള്ള മീനിങ് തന്നെയാണ്, ചെറിയ ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിൽ ഐ അറൈവ് ഹിയർ, അണ്ടിൽ ഐ അറൈവ് സ്റ്റേ ഹിയർ. ഞാൻ വരുന്നത് വരെ ഇവിടെ നിൽക്കൂ എന്ന് നമ്മൾ പറയില്ലേ, അണ്ടിൽ ഐ അറൈവ് സ്റ്റേ ഹിയർ. അപ്പം ഇത്രയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും
കൺജഷൻസ് ആണ് നോർമലി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഡേ ടു ഡേ സ്പീക്കിങ്ങിനകത്തും റൈറ്റിംഗിനൊക്കെ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഇത് കൺജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺജഷനും ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കൺജഷൻസ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് സെക്ഷൻ, കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങളെ ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരമായി കാണുകയും പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Thank you so much for watching our video.